ഇത്തരത്തിൽ നാടിനാകെ ഗുണകരമാകും സംരംഭകർ ഒരു ഭാഗത്ത്, തൊഴിലന്വേഷകർ വേറൊരു ഭാഗത്ത് എന്ന നിലയല്ലാതെ ഈ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. ഇതാണ് തൊഴിൽ സഭയുടെ വികസനോന്മുഖമായ പ്രാധാന്യം. ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് പൊതുവെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യത്യസ്തത ഈ കാര്യത്തിലുണ്ട്. രാജ്യം നടപ്പാക്കുന്ന പൊതുവായ നയത്തിൽ നിന്ന് വേറിട്ട് പല തലങ്ങളിലും ബദൽ നയമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ സംരംഭത്തിനുണ്ട് എന്ന് നാം കാണണം. ഇവിടെ ഇന്നത്തെ കാലം ഇതിൻ്റെ ഒരു പ്രത്യേകത തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന വാദം ശക്തമാകുന്ന കാലമാണ്. അതിൻ്റെതായ ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ ഈ വർത്തമാനകാലത്തുള്ളത്. പല കണക്കുകളും ഇത് വ്യക്തമാക്കുന്നതാണ്. 2016-17 കാലത്ത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 11,29,000 ജീവനക്കാർ ജോലി ചെയ്തിരുന്നു. അത് 2021 ആയപ്പോൾ 8,61,000 ചുരുങ്ങുകയാണ് ചെയ്തത്. വർഷം കഴിയുമ്പോൾ വർദ്ധിച്ചില്ല, പഴയത് നിലനിന്നില്ല. അതേസമയം 5 വർഷം കൊണ്ട് 2,68,000 കുറവ് സംഭവിച്ചു. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർവീസിൽ തസ്തികകൾ, നിയമനം ലഭിക്കേണ്ട തസ്തികകളിൽ 10 ലക്ഷത്തോളം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിന് ഇടെ തൊഴിലിന് വേണ്ടി അപേക്ഷിച്ച ആളുകളിൽ 0.33% മാത്രമാണ് നമ്മുടെ രാജ്യത്ത് തൊഴിൽ ലഭ്യമാവുകയുണ്ടായുള്ളൂ. അപ്പോ ഈ ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയാണ് നമ്മുടെ നാട് കേരളം സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇടപെടുന്ന നിലപാടാണ് ഇവിടെ അംഗീകരിച്ചിട്ടുള്ളത്. ആ നയത്തിന്റെ ഭാഗമായാണ് ഇതുപോലുള്ള തൊഴിൽ സഭ രൂപീകൃതമായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് മാതൃകയായ പല ജനകീയ ബദലുകളും കേരളത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ചു തന്നെയാണ് ഈ തൊഴിൽ സഭയും രൂപീകൃതമാകുന്നത്. ഇതാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ തൊഴിൽ സഭയുടെ രാഷ്ട്രീയ പ്രാധാന്യം. 40 ലക്ഷം തൊഴിലവസരങ്ങൾ
വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സർക്കാർ 2021 അധികാരത്തിലേറിയത്. അതിൽ 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ മേഖലയിൽ, ഡിജിറ്റൽ മേഖലയിൽ തൊഴിൽ നൽകുന്നതിനാണ് ഇപ്പോൾ തൊഴിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. ആഗോള ഡിജിറ്റൽ വ്യവസായ മേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റത്തെ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ തൊഴിലവസരം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലും തൊഴിൽ മേളകൾ നടത്തിക്കഴിഞ്ഞു. ഇവിടെ ധാരാളം സ്ത്രീകൾ, നേരത്തെ തൊഴിലെടുത്തവര് പലവിധ കാരണങ്ങളാൽ തൊഴിൽ ഉപേക്ഷിച്ച് കഴിയുന്നവരായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേക തൊഴിൽ മേളകൾ കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്കായി നടത്തുകയുണ്ടായി. അതോടൊപ്പം ഒരു പ്രത്യേക ആശയം, 1 ഡിസ്ട്രിക്റ്റ് 1 ഐഡിയ എന്നൊരു പ്രോഗ്രാമിലൂടെ 58 ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പ്രാവർത്തികമാക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് വ്യവസായ മേഖലയിലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അവരുമായി 7 ലക്ഷം തൊഴിലവസരങ്ങളുടെ വിവരം ലഭ്യമാക്കാനുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മുടെ ലോകത്താകെ കോവിഡ് വലിയ തോതിലുള്ള പ്രയാസമാണ് സൃഷ്ടിച്ചതെങ്കിലും തൊഴിൽ മേഖലയിലെ ഒരു പുതിയ സംസ്കാരം അതിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാൻ നടപടികൾ നേരത്തെ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വീട്ടിലിരുന്ന് ജോലിയും, വർക്ക് ഫ്രം ഹോം, വീട്ടിനടുത്ത് തൊഴിൽ സ്ഥലമുണ്ടായാൽ അവിടെ ജോലിയും, വർക്ക് നിയർ ഹോം, ഈ തരത്തില് ഒരു മാറ്റം തൊഴിൽ മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് നിയർ ഹോം വർക്ക് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 5000 ചൈൽഡ് സ്റ്റഡി കെട്ടിടം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ലഭ്യമാക്കണം. അങ്ങനെ ലഭ്യമാക്കിയാൽ അവയെ വർക്ക് സ്റ്റേഷനുകളാക്കി മാറ്റുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കുന്ന വിധമാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി തൃശൂർ ജില്ലയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്ക് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. പ്രാദേശികമായ തൊഴിലുകൾ കണ്ടെത്തുക മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ അന്തർദേശീയ തലങ്ങളിലുള്ള തൊഴിലുകൾ കൂടി നമ്മുടെ യുവതക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇത്തരം സഭകൾ രൂപീകരിക്കുന്നതുകൊണ്ട് മാത്രം നാം തൃപ്തി അടയുന്നില്ല. അവ ജനങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടണം.
അതിനു വേണ്ടത് അത് ജനങ്ങളിലേക്ക് എത്തുക എന്നതാണ്. അതിനുപകരിക്കുന്ന വ്യാപകമായ പ്രചാരണ പരിപാടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം. ഒരു തൊഴിൽ സഭയിൽ 200 മുതൽ 250 ആളുകൾ വരെ പങ്കെടുക്കാവുന്ന വിധമാണ് സംഘടിപ്പിക്കേണ്ടത്. പങ്കാളികളുടെ എണ്ണം കുറവുള്ള വാർഡുകൾ ഉണ്ടാവാം. അങ്ങനെ വന്നാൽ ഒന്നിലധികം വാർഡുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള തൊഴിൽ സഭകൾ ആവശ്യമായി വരും. അങ്ങനെ എത്ര തൊഴിൽ സഭകൾ വേണം എന്നത് പരിശോധിച്ച് തീർച്ചപ്പെടുത്തണം.